ഹലോ എവരിവൺ, മാച്ച് ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സഡ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ചില്ലി ചിക്കനോ ചില്ലി ഗോപിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് മാത്രം നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ചെമ്മീൻ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ചിക്കനും അതുപോലെ തന്നെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പാൻ അടുപ്പത്തേക്ക് വെച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് പകുതി ഒന്ന് വാടാൻ പാടുള്ളൂ കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ചെമ്മീൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും മുളകും മഞ്ഞപ്പൊടി ഇട്ട് നല്ല ഡ്രൈ ആയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാത്തിൻ്റെ ടേസ്റ്റ് എല്ലാത്തിലും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ അതും കൂടി ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാത്തിൻ്റെ ടേസ്റ്റ് പിടിച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടും അതിന് വേണ്ടി. അതിനുശേഷം ഇത്തിരി ഗരം മസാല ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി അതിനകത്ത് നിന്ന് പകുതി കോരി മാറ്റി വെക്കുന്നുണ്ട്. അലിബാബ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് അലിബാബ റൈസ് വേവിച്ച ശേഷം അത് അതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി കുറച്ചിട്ട് ഡാൽഡയും കുറച്ചിട്ട് ശേഷം നമ്മുടെ ബാക്കിയുള്ള മിക്സിങ്ങും കൂടെ ഇട്ട് കൊടുക്കാമെന്നാണ്. ഞാനിത് ഇളക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ തട്ടുകളായിട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇളക്കി എടുക്കാൻ പറ്റും. വീണ്ടും കുറച്ചും കൂടി റൈസ് എടുത്ത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് പിന്നെ ഉപ്പ് ഇടാതെയാണ് അരി വേവിച്ചതെങ്കിൽ ഈ സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം വീണ്ടും നമ്മുടെ ബാക്കിയുള്ള മിക്സും ഡാൽഡയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ മിക്സഡ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു എളുപ്പം മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നതാ. ഇപ്പോൾ ഇളക്കുമ്പോൾ ഒരുപാട് നമുക്ക് ഇളക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് തട്ടായിട്ട് കിടക്കുന്നുണ്ട്. പെട്ടെന്ന് എല്ലായിടത്തേക്കും അതിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടുകയും ചെയ്യും. അതിനുശേഷം അതിൻ്റെ 5 മിനിറ്റ് നന്നായിട്ട് കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരല്പം ഡാൽഡ മേളിലേക്ക് ഇട്ട ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചേർക്കാം. ഇതാണ് ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ടേസ്റ്റ്. കുറച്ച് പഞ്ചസാരയും കുറച്ച് സോയാ സോസും ഒരല്പം വിനെഗറും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് മിക്സഡ് ഫ്രൈഡ് റൈസ് കിട്ടുക. ഇതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ ടേസ്റ്റിന് സ്മെല്ലും നമുക്ക് കിട്ടും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന്